ഇന്നത്തെ സെഷന് കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്തു. ഒരു കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അതുകൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. അപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. States in India are based on both linguistic and non-linguistic grounds. Keeping this statement in mind, what do you think was the reason that led to the emergence of the states like Jharkhand and Chhattisgarh? അതായത് പല സംസ്ഥാനങ്ങളും ഒന്നെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാവാം, അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ അല്ലാണ്ട് വേറെ പല ഫാക്ടേഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡൊക്കെ എങ്ങനെയാണ് എമർജ് ചെയ്തത്, എന്ത് റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് എമർജ് ചെയ്തത് നമുക്ക് നോക്കാം. എന്ത് റിസൾട്ടിൻ്റെ ഭാഗമായിരിക്കും? ഓപ്ഷൻ വായിച്ചോളൂ. ഓപ്ഷൻ എ, ദി സ്റ്റേറ്റ്സ് ആർ റിസൾട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക് പോളിസി. ഓപ്ഷൻ ബി, ദി സ്റ്റേറ്റ്സ് ആർ റിസൾട്ട് ഓഫ് കാസ്റ്റ് ബേസ്ഡ് മൂവ്മെൻറ്റ്സ്. ഓപ്ഷൻ സി, ദി സ്റ്റേറ്റ്സ് ആർ റിസൾട്ട് ഓഫ് ട്രൈബൽ മൂവ്മെൻറ്റ്സ്. ഓപ്ഷൻ ഡി, ദി സ്റ്റേറ്റ്സ് ആർ റിസൾട്ട് ഓഫ് പെസന്റ് മൂവ്മെന്റ്സ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി, ദി സ്റ്റേറ്റ്സ് ആർ റിസൾട്ട് ഓഫ് ട്രൈബൽ മൂവ്മെന്റ്സ്. ട്രൈബൽ മൂവ്മെന്റ്സ് ആണ്. നമ്മൾ പല ക്വസ്റ്റ്യൻസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ജാർഖണ്ഡിലും ഛത്തീസ്ഗഡൊക്കെ ഉണ്ടായത് 2000-ലാണ്. ബീഹാറും മധ്യപ്രദേശും ആയിരുന്നു അവർ ആദ്യം പാർട്ടായിരുന്നത്. പിന്നീടാണ് ഇവരുടെ ഒരു എത്നിക് ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോരാടിയതാണ്. അതിന്റെ റിസൾട്ടാണ് ഈ രണ്ട് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളും. ഒരു ഉത്തരാഞ്ചൽ എന്നുള്ളൊരു സംസ്ഥാനം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ക്ലിയർ അല്ലേ? ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് സെക്യുലറൈസേഷൻ? ഓപ്ഷൻ എ, ഡിക്ലൈനിങ് ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയസ് ഓർഗനൈസേഷൻ ഇൻ പബ്ലിക് ലൈഫ്. ഓപ്ഷൻ ബി, എമർജൻസ് ഓഫ് സയൻസ് ആൻഡ് റേഷണാലിറ്റി. ഓപ്ഷൻ സി, celebration of religious festival in educational institutions. Option D, declining rates of church attendance. ഓക്കെ, അപ്പം ഓപ്ഷൻ എ എന്ന് വെച്ചാൽ റിലീജിയസ് ഓർഗനൈസേഷൻ്റെ ഇൻഫ്ലുവൻസ് പബ്ലിക് ലൈഫിൽ കുറയുക. റിലീജിയസ് ഓർഗനൈസേഷൻസ് പലതുണ്ടാവും, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പബ്ലിക് ലൈഫിൽ കുറയുക. അപ്പം അത് സെക്യുലറൈസേഷനെ ബാധിക്കും. അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ആ, ഇനി എമർജൻസ് ഓഫ് സയൻസ് ആൻഡ് റാഷണാലിറ്റി എന്ന് പറയുന്നത് അതും സെക്യുലറൈസേഷൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. സെലിബ്രേഷൻ ഓഫ് റിലീജിയസ് ഫെസ്റ്റിവൽസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെക്യുലറൈസേഷൻ്റെ ഇൻഡിക്കേറ്റർ അല്ല. ഇനി ഡിക്ലൈനിങ് റേറ്റ്സ് ഓഫ് ചർച്ച് അറ്റൻഡൻസ് സെക്യുലറൈസേഷന്റെ ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, സെലിബ്രേഷൻ ഓഫ് റിലീജിയസ് ഫെസ്റ്റിവൽസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കമ്മ്യൂണലിസം ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഡൈവേഴ്സിറ്റി, ഡിവിഷൻസ്, കൾച്ചറൽ ഐഡന്റിറ്റി, റിലീജിയൻസ് ഐഡന്റിറ്റി. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി, റിലീജിയസ് ഐഡന്റിറ്റി ആണ് റൈറ്റ് ആൻസർ. നമ്മൾ കമ്മ്യൂണലിസം എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലീജിയസ് ഐഡന്റിറ്റി ആയിട്ടാണ്. ഇനി നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കാം, ലിസ്റ്റ് എ ഗ്രൂപ്പ്സിന്ന് ലിസ്റ്റ് 2 ഐഡന്റിറ്റീസ് നമ്മൾ മാച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എ, ഗുജറാത്തീസ്, ബംഗാളീസ് എന്തായിരിക്കും? ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി ആണ്. Khasis, ethnic identity. Sikh and Buddhist, religions identity. Indians, singles, national identity. Indians, singles, national identity. അപ്പോൾ ഇതിൽ A3, B1, C4, D2. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇതോട് കൂടി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പഠിക്കാനൊക്കെ മനസ്സിലാക്കാനൊക്കെ എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.